3 ദിവസത്തെ ഗോ ടൂർ പരിപാടിയിൽ പങ്കെടുക്കാൻ ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി ഇന്ത്യയിലേക്ക് ഡിസംബർ 13, 14, 15 തീയതികളിൽ 4 നഗരങ്ങളിലായിട്ടാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. വിവരങ്ങളുമായി റാസിൻ ആണ് ചേരുന്നത്. റാസിൻ അൻവർ, ഏതായാലും ഇന്ത്യയിലേക്ക് ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി വരികയാണ്. അതും ഈ മാസം 13, 14, 15 നാളെ മുതൽ വരികയാണ്. എന്തായാലും ഏതൊക്കെയാണ് ആ പ്രധാനപ്പെട്ട നഗരങ്ങൾ, മറ്റു വിശേഷങ്ങൾ എങ്ങനെയാണ്? രേണുക, അർജന്റീൻ ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി ഇന്ത്യയിലെത്തുന്നു എന്നത് തന്നെയാണ് ഇന്ത്യൻ കായിക ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചൂടുള്ള വാർത്ത. ഗോ ടൂർ എന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായാണ് ലയണൽ മെസ്സി ഇന്ത്യയിലെത്തുന്നത്. 3 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് പരിപാടി. ഈ പരിപാടിയുടെ ഭാഗമായി 4 നഗരങ്ങൾ ലയണൽ മെസ്സി സന്ദർശിക്കും. രേണുക, സമീപകാലത്ത് ഈ ലയണൽ മെസ്സി അടങ്ങുന്ന അർജന്റീൻ ടീം കേരളത്തിലെത്തുമെന്ന് കേരള സർക്കാർ അവകാശവാദം ഉന്നയിക്കുകയും പിന്നീട് അത് മുടങ്ങുകയും ചെയ്തത് വലിയ സംവാദങ്ങൾ, വലിയ വാർത്താ സംവാദങ്ങൾക്ക് വഴിതെളിച്ചിരുന്നു. എന്നിരുന്നാലും കേരളത്തിൽ അദ്ദേഹം എത്തുന്നില്ലെങ്കിൽ കൂടി ഇന്ത്യയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ലയണൽ മെസ്സിയുടെ സന്ദർശനം യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഈ സന്ദർശനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബൈ വൺ ഗെറ്റ് ടു ഓഫർ പോലെ ലയണൽ മെസ്സിയോടൊപ്പം ലൂയിസ് സുവാരസും അതുപോലെ റോഡ്രിഗോ ഡിപ്പോളും അനുഗമിക്കുന്നു എന്നത് തന്നെയാണ്. നമുക്കറിയാം, ഉറുഗ്വേയുടെ ഏറ്റവും വലിയ ഇതിഹാസ താരമാണ് ലൂയിസ് സുവാരസ്. അതുപോലെ തന്നെ അർജന്റീൻ ടീമിലെ ലയണൽ മെസ്സിയുടെ സഹതാരം കൂടിയാണ് റോഡ്രിഗോ ഡിപ്പോൾ. ഇരുവരും ലയണൽ മെസ്സിയുടെ ഉറ്റ സുഹൃത്തുക്കളാണ്. എന്നിരുന്നാലും 13, 14, 15 തീയതികളിലാണ് ലയണൽ മെസ്സി ഇന്ത്യയിലെത്തുന്നത്. കൊൽക്കത്തയിലാണ് ലയണൽ മെസ്സിയുടെ ഇന്ത്യൻ സന്ദർശനം ആരംഭിക്കുന്നത്. ഒരു സെലിബ്രിറ്റി സൗഹൃദ ഫുട്ബോൾ മത്സരമായിരിക്കും ആദ്യം നടക്കുക. പിന്നീട് സൗരവ് ഗാംഗുലി അതുപോലെ മുഖ്യമന്ത്രി മമതാ ബാനർജി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷം ഉച്ചയ്ക്ക് 2 മണിക്ക് അദ്ദേഹം നേരെ ഹൈദരാബാദിലേക്ക് തിരിക്കും. തെലങ്കാന മുഖ്യമന്ത്രി ആയിട്ടുള്ള രേവന്ത് റെഡ്ഡി കഴിഞ്ഞ ദിവസങ്ങളിൽ ലയണൽ മെസ്സിയോടൊപ്പം ഫുട്ബോൾ കളിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാക്ടീസ് ആരംഭിച്ചു എന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടിരുന്നു. പക്ഷേ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഹൈദരാബാദിൽ അദ്ദേഹം ഒരു ഫാഷൻ ഷോയിൽ പങ്കെടുക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള സമ്പത്ത് കണ്ടെത്തുക, അല്ലെങ്കിൽ പണം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഈ ഫാഷൻ ഷോയിൽ പങ്കെടുക്കുക. അതിനുശേഷം അദ്ദേഹം നേരെ മുംബൈയിലേക്കായിരിക്കും പറക്കുക. മുംബൈയിൽ ഒരു സംഗീത പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും എന്നാണ് നമുക്ക് അറിയാൻ കിട്ടുന്ന വിവരം. അതുപോലെ തന്നെ ഇതിലേറ്റവും അല്ലെങ്കിൽ ഒരു തമാശകരമായ കാര്യം എന്ന് വെച്ചാൽ റിപ്പോർട്ടുകൾ പ്രകാരം ഈ സംഗീത പരിപാടിക്ക് നേതൃത്വം നൽകുക ലൂയിസ് സുവാരസ് ആയിരിക്കും. ഒരു സ്പാനിഷ് സംഗീത രാവായിരിക്കും സംഘടിപ്പിക്കുക എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഇതിനുശേഷം ഡൽഹിയിലേക്ക് അദ്ദേഹം തിരിക്കും. ഡൽഹിയാണ് അദ്ദേഹത്തിൻ്റെ പര്യടനത്തിലെ അവസാന സ്റ്റോപ്പ്. ഇവിടെ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷം അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ വെച്ച് നരേന്ദ്രമോദിയോടൊപ്പം ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്യും. ഇതോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ പര്യടനം പൂർത്തിയാവുന്നത്. എന്നിരുന്നാലും സാധാരണക്കാരായ ഇന്ത്യൻ കായിക പ്രേമികൾക്ക് ഈ പരിപാടിയിൽ കാണിയാവുക എന്നത് അത്ര എളുപ്പമല്ല കാര്യമല്ല. കാരണം ടിക്കറ്റ് നിരക്കുകൾ ആരംഭിക്കുന്നത് തന്നെ 4500 രൂപ മുതലാണ്. ഇനി മുംബൈയിൽ വെച്ച് നടക്കുന്ന പരിപാടി, അതായത് സംഗീത പരിപാടിയുടെ ടിക്കറ്റ് നിരക്ക് ആരംഭിക്കുന്നത് 8500 രൂപയിലാണ്. എന്നിരുന്നാലും പരിപാടിയിൽ നേരിട്ട് കാണിയാവാൻ പങ്കെടുക്കാൻ സാധിക്കുന്നില്ലെങ്കിലും ഇന്ത്യൻ കായിക ആരാധകർക്ക് ഇതൊരു സന്തോഷ വിരുന്ന് തന്നെയാണ് ലയണൽ മെസ്സിയുടെ ഇന്ത്യൻ സന്ദർശനം. രേണുക, ശരി, വിവരങ്ങൾ പങ്കുവച്ചത് റാസിൻ അൻവറാണ്.